ഹേ ഗായ്സ്, വെൽക്കം ടു രേഷ്യസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഗുരുവായൂർക്ക് പോവുകയാണ്. ഇന്നത്തെ വ്ളോഗ് ചോറൂണ് വ്ളോഗാണ്. ഞങ്ങളുടെ കുഞ്ഞു പൊന്നാരമ്പിളിയുടെ, അതായത് സിസ്റ്ററിൻ്റെ ബേബി ജാനവിൻ്റെ ചോറൂണാണ്. നാളെയാണ് ചോറൂണ്. അപ്പോൾ നമ്മൾ ഇന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. അതിൽ പൊന്നാരമ്പിളിക്കാണ് ഏറ്റവും വലിയ ബാഗ് ഉള്ളത്. ഞങ്ങൾക്കൊക്കെ ഇത്തിരി ബാഗേ ഉള്ളൂ. കാണിച്ചു തരാം. അപ്പോൾ കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ ഈ കാണുന്നത് ഫുള്ള് ഇന്ന് ഗുരുവായൂർക്ക് പോവേണ്ട പെട്ടികളാണ്. ഇതിൽ ആരുടെയൊക്കെയാണെന്നൊന്ന് പറഞ്ഞോളൂ. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണ് ഇപ്പം കാണിക്കുന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ മേക്കപ്പ് ബോക്സാണ്. മേക്കപ്പ് ഇല്ലാതൊരു ജീവിതമില്ലല്ലോ. ഇത് ഇലക്ട്രിക് കെറ്റിലാണ് ചൂടുവെള്ളമൊക്കെ ആക്കാൻ. പിന്നെ ഫീഡിങ് പില്ലോ എടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ ഈ ഗ്രീൻ ബാഗ്, ഇത് അവൻ്റെ ബാഗാണ്. ഈ 5 മന്ത്സിലേക്ക് കടന്നില്ലേ? ഈ 6 മന്ത്സിൽ കടന്നവൻ്റെ ബാഗാണ് ഈ കാണുന്നത്. ഇത് കൂടാതെ അവൻ്റെ ഒരു ബേബി എസെൻഷ്യൽസും കൂടെ ബാക്കിയുണ്ട് കേട്ടോ ഗൈസ്. അത് പിന്നെ കാണിച്ചു തരാം. ഗൈസേ കണ്ടോ, ദേ ആ 6 മാസം തികഞ്ഞവൻ്റെ ബാഗാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഫുള്ള് ഇത് അവൻ്റെ സാധനങ്ങളാണ്. ഇതാണ് അവൻ്റെ ബേബി എസെൻഷ്യൽസ്. വേറെ പെട്ടി. പിന്നെ ഡയപ്പർ ഒന്നും പറയണ്ട ഗായ്സ്. നമ്മൾക്ക് 3 മണിക്ക് ശേഷമാണ് നമുക്ക് ഇറങ്ങാനായിട്ട് സമയം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഗുരുവായൂർക്ക് ചെന്നതിന് ശേഷം കാണാം. അങ്ങനെ ഏകദേശം ഒരു 5:30-5:45 ആയപ്പോൾ നമ്മൾ ഗുരുവായൂരെത്തി. നമുക്ക് പടിഞ്ഞാറേ നടയിലുള്ള NSS ഗസ്റ്റ് ഹൗസിലായിരുന്നു റൂം റെഡിയാക്കിയിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് വഴിയാണ് കേട്ടോ നമ്മൾ റൂം റെഡിയാക്കിയത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഗുരുവായൂരെത്തുമ്പോൾ. കാരണം എപ്പോഴും അങ്ങോട്ട് എത്തുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ റൂമിൽ ബാഗെല്ലാം വെച്ചതിന് ശേഷം നമ്മളൊന്ന് അമ്പലത്തിലേക്ക് വന്നു. അപ്പോൾ നോക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആന അവിടെ നിന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ആ വഴിയെല്ലാം ചുറ്റിക്കറങ്ങി നടന്നു. ഞാൻ ഇവിടുന്ന് പോരുമ്പോഴേ വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു, എനിക്ക് അമ്പലത്തിൽ കുറേ നേരം ഒന്ന് സമാധാനത്തോടെ ഇരിക്കണം, കുറച്ച് നേരം അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി നടക്കണം, എന്നിട്ട് നമുക്ക് പതുക്കെ റൂമിലേക്ക് പോയാൽ മതി, വല്ലപ്പോഴും അവിടെ ചെല്ലുമ്പോഴല്ലേ നമുക്കിതൊക്കെ പറ്റുള്ളൂ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും നല്ലോണം വിശന്ന് തുടങ്ങിയിരുന്നു. പിന്നെ ചായ കുടിക്കാത്തതുകൊണ്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പഴയിടം റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, ഗുരുവായൂർ മുകുന്ദം റെസ്റ്റോറൻറ്റ്, അവിടേക്ക് നമ്മൾ ചായ കുടിക്കാനായിട്ട് പോയി. ഞങ്ങളുടെ പൊന്നാരമ്പിളിക്ക് ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. അവൻ അങ്ങനെ പുറത്തേക്കൊന്നും കൊണ്ടുപോകാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ഒരുപാട് ആളുകളെ ഭയങ്കര തിരക്കുള്ള കടയെല്ലാം കൂടെ കണ്ടപ്പോഴേക്കും അവൻ ആകെ അങ്ങോട്ട് അന്താളിച്ചുള്ള നിപ്പായിരുന്നു. എന്നിട്ട് നമ്മൾ എല്ലാവരും നെയ് റോസ്റ്റും ചപ്പാത്തിയും, ഞാൻ കോഫിയാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് ചില സമയങ്ങളിൽ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോകുമ്പോൾ കോഫി കുടിക്കാനാണ് ഇഷ്ടം. നമ്മൾ ശനി ഞായറും കൂടിയാണ് കേട്ടോ ചോറൂണിനായിട്ട് വന്നത്. ഈ 2 ദിവസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ചോറൂണിന് വരരുത്. കാരണം തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാനിടയില്ലാത്ത അത്രയും തിരക്കുള്ള ദിവസമാണ് ശനി ഞായർ എന്ന് പറയുന്നത്. ഏതാണ്ട് 250ഓളം കല്യാണങ്ങൾ പിറ്റേന്ന് ഞായറാഴ്ച ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ചോറൂണ്, തുലാഭാരം. അപ്പം വരുമ്പോൾ എപ്പോഴും ദിവസങ്ങൾ നോക്കി വരിക. ഈ റെസ്റ്റോറൻറ്റിനോട് ചേർന്നാണ് ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയുള്ളത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഗുരുവായൂർ കേശവനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി. ദേ നിൽക്കണു നമ്മുടെ ഗുരുവായൂർ കേശവൻ, തലയെടുപ്പോട് കൂടിയല്ലേ. പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നന്ദന സിനിമയിലെ പാട്ട് സീനിലൊക്കെ ഈ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇത് കാണുമ്പോൾ നന്ദന സിനിമയാണ് ഓർമ്മ വരാറ്. റൂമിൽ കയറാൻ സത്യം പറഞ്ഞാൽ തോന്നുന്നില്ലായിരുന്നു. അത്രയ്ക്ക് വൈബുള്ളൊരു സ്ഥലമല്ലേ ഗുരുവായൂർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അമ്പലത്തിൽ ഒന്നെങ്കിൽ കുറേ നേരം ഇരിക്കുക, അല്ലെങ്കിൽ ചുറ്റുവട്ടത്തോടെയൊക്കെ ഇങ്ങനെ നടക്കുക, ഇങ്ങനെ അങ്ങോട്ട് നടക്കാൻ തോന്നിപ്പോവും. വല്ലാത്ത വൈബുള്ളൊരു സ്ഥലം. എനിക്ക് സത്യം പറഞ്ഞാൽ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, പക്ഷെ തിരിച്ചു വരുന്ന കാര്യം ഓർക്കുമ്പോഴേ സങ്കടം. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് അമ്പലത്തിനുള്ളിലേക്ക് കയറി. ആ സമയം 10:30, 10:45 ആ സമയം ആയിട്ടുണ്ടാവും. അപ്പോഴും തിരക്കിനൊന്നും കുറവില്ല കേട്ടോ. ആദ്യം 1 ആനയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 3 ആനയോളം അവിടെ നിൽപ്പുണ്ടായി. അപ്പോൾ പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ട് നിന്നു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ആ സമയത്തും ഡാൻസ് പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അതും ഒന്ന് കണ്ടിരുന്നു. അവിടെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ സമയത്തും എനിക്ക് ഉറക്കച്ചടവൊന്നും തോന്നിയില്ല കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ റൂമിലെത്തി. നമ്മൾ NSSൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് നമ്മളുള്ളത്. അതിൻ്റെ ഈ മുടി കോലം കണ്ടോ? അതെ, ഈ കുരുത്തങ്കട്ട കുഞ്ഞിച്ചക്കൻ കാണിച്ചു വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ഈ കുഞ്ഞാപ്പിയുടെ, ഈ കുഞ്ഞുമാക്രിയുടെ ചോറൂണിനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ഹായ് പഞ്ഞേ, ഒരു ഹായ് പഞ്ഞേ, ഒരു ഹായ് പഞ്ഞേ. അച്ചോ അച്ചോ. ഞങ്ങളിവനെ ചിരിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു മാർഗ്ഗമാണ് ഈ അച്ചു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഒന്നുകൂടെ അമ്പലത്തിലോട്ട് പോകും. അങ്ങനെ പിറ്റേന്ന് ഞായറാഴ്ച
ഞങ്ങളുടെ ജാനകൂട്ടൻ്റെ ചോറൂണിൻ്റെ സീനാണ് കേട്ടോ ഈ കാണുന്നത്. എൻ്റെ സാരി ഇതായിരുന്നു. സോറി, എനിക്ക് മൊത്തം എടുക്കാൻ പറ്റിയില്ല, കാരണം എല്ലാവരും ഒരു ഹറിബറിയിലായിരുന്നു കേട്ടോ. ഇവൻ കരയുമോ എന്തായിരിക്കും എന്നൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും വെപ്രാളമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഫുള്ളായിട്ടൊരു ഫോട്ടോയോ വീഡിയോയോ ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അതെ, ഇവന് വലിയ കൂസിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ പേടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല. അവൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല മിടുക്കനായിട്ട് ഇതേ അപ്പൂപ്പയുടെ കൂടെ നല്ല കളിയും ചിരിയൊക്കെ ആയിരുന്നു. ഗൈസ്, ഞങ്ങൾ രാവിലെ 4 മണിക്ക് അമ്പലത്തിലൊന്ന് പോയായിരുന്നു. ഞങ്ങൾ അമ്മയും പപ്പയും ഞാനും കൂടി. എന്നിട്ട് ഞങ്ങൾ കയറി തൊഴുതു. 5 മണി 5:30 ആയപ്പോഴേക്കും തിരിച്ച് റൂമിലെത്തി. പിന്നെ എല്ലാവരും കൂടെ ഒരുങ്ങി ജാനകൂട്ടൻ്റെ ചോറൂണിന് പോകുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ഏകദേശം 6:30യോടെയാണ് ജാനകൂട്ടൻ്റെ ചോറൂണ് തുടങ്ങിയത്. അതിൻ്റെ ഒന്നും വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഗുരുവായൂർ അമ്പലത്തിനകത്ത് ഫോൺ കയറ്റില്ലല്ലോ, അതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഗുരുവായൂർ അമ്പലത്തിലെ സ്റ്റാഫുകളുടെ തന്നെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ, അവർ ഫോട്ടോ എടുത്തത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ചോറൂണിന് പോകുന്നതിന് മുന്നത്തെ കാഴ്ചയാട്ടോ ഇത്. നോക്കി, അവൻ എന്തൊരു ഹാപ്പിയാന്ന്. കണ്ണൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും. അവൻ വേറെ എവിടെ പോയാലും കരയുന്ന പരിപാടിയായിരുന്നു. പക്ഷേ ഗുരുവായൂരമ്പലത്തിലെത്തിയപ്പോൾ തൊട്ട് ആൾ കരഞ്ഞിട്ടേയില്ല. ആൾ എന്നത്തേക്കാളും ഭയങ്കര ഹാപ്പിയായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വീണ്ടും പഴയിടത്തിൻ്റെ അടുത്ത് തന്നെ പോയി നെയ്റോസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് അമ്പലത്തിലെത്തി. പക്ഷേ ഞായറാഴ്ച ഒട്ടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. 250 കല്യാണമെങ്കിലും ഉണ്ടായിരുന്നു എന്നാണ് തോന്നണേ. അതുകൂടാതെ തുലാഭാരം, ചോറൂണും ഡാൻസും കൂത്തും എന്ന് വേണ്ട ഗുരുവായൂരമ്പലം ജനസാഗരമായിരുന്നു. പക്ഷേ വൈബൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെയും പഴയിടം റെസ്റ്റോറൻറ്റിൽ പോയിട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പായസവും ബോളിയും. ഇത് അവിടെ ചെന്നപ്പോൾ തൊട്ട് പായസം ബോളിയെന്ന് കണ്ടിട്ട് ഞങ്ങളിങ്ങനെ ഭയങ്കര ക്രേവ് ചെയ്തിരിക്കുകയായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, പഴയിടം റെസ്റ്റോറൻറ്റ് കുറച്ച് ഹൈബ്ഡാണ്. അത്ര ഒരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റ് എന്നൊന്നും പറയാൻ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയില്ല. ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴും എനിക്ക് അങ്ങനെ ഭയങ്കര അടിപൊളി ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. പഴയിടം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് തന്നെ കഴിച്ചാൽ മതി എന്നുള്ളൊരു വിചാരത്തിലായിരുന്നു. അപ്പോൾ ബട്ട് എല്ലായിടത്തൊന്നും കഴിക്കുന്ന പോലെ ഒരു നോർമൽ ടേസ്റ്റ് അത്രേ തോന്നിയുള്ളൂ. അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും വൈൻഡപ്പ് ചെയ്തിട്ട് തിരിച്ചു പോകാനായിട്ട് റൂമിലേക്ക് വന്നു. നമ്മുടെ ലഗേജ് എല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. എനിക്ക് അപ്പോൾ തൊട്ട് ഭയങ്കരമായിട്ട് സങ്കടം തുടങ്ങി കേട്ടോ. മനസ്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയുമായിരുന്നു. കാരണം ഗുരുവായൂരിൽ നിന്ന് പോവാന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമുള്ളൊരു കാര്യമല്ല എനിക്ക്. അപ്പോൾ ഇനിയും വരാമെന്നുള്ള പ്രതീക്ഷയോടെ തിരിച്ച് വീട്ടിലേക്ക് പോയി.